ഇതാണ് മട്ടോവ. കഴിഞ്ഞ പ്രാവശ്യം ചെന്ന് കഴിഞ്ഞപ്പോൾ ചെറുതായിട്ട് പൂത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ചെന്നപ്പോൾ ശരിക്കും പഴുത്തു. നമ്മളിത് ഒരു ബ്രൗണി കളറിലായി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉള്ളിൽ ഭയങ്കര വേറൊരു ടേസ്റ്റാണ്. പക്ഷേ നമുക്ക് അത് ഒരു പച്ചയായിട്ടിരിക്കുമ്പോൾ തന്നെ ഒരുവിധം മൂത്ത രീതിയിൽ കിട്ടുകയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റായിട്ട് തിന്നാൻ പറ്റും. അത് കൊഴിഞ്ഞു വീഴുകയും ചെയ്യും. പക്ഷേ കൊഴിഞ്ഞു വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും പഴുപ്പ് കൂടിയതാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്നിങ്ങനെ പ്രസ് ചെയ്തിൻ്റെ തോട്, ഞങ്ങൾക്കുള്ളതിൻ്റെ തോട് അത്ര ഹാർഡല്ല. പക്ഷേ ഞാൻ വേറെ സ്ഥലത്തു നിന്ന് വേറൊരു മരത്തുമേന്ന് കിട്ടി കഴിഞ്ഞപ്പോൾ ഭയങ്കര ഹാർഡായിരുന്നു തോട്. അത് നമുക്ക് ശരിക്കും ഇത്തിരി തോട് അത്ര സോഫ്റ്റല്ല. ഇത് വളരെ സോഫ്റ്റായിട്ടുള്ളതാണ്, നല്ല ഫ്ലഷിയാണ്. ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ദുരിയാനും റംബൂട്ടാനും ഒക്കെ കൂടിയുള്ള ഒരു ടേസ്റ്റാണ്. അതുപോലെ ഈ മട്ടോവ തന്നെ വലിയ കുരു ഉള്ളതും, ഇപ്പം നമുക്കുള്ളത് ഇതിൻ്റെ ഉള്ളിൽ നല്ല വലിയ കുരുവുണ്ട്. പക്ഷേ വേറൊരു സ്ഥലത്തുനിന്ന് ഞാൻ കഴിച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഉള്ളിൽ വളരെ ചെറിയ കുരു, എന്നാൽ ഇത്രയും ഫ്ലഷി അല്ല അത്. അതുപോലെ തന്നെ നമ്മൾ ഇത് കൂടുതൽ പഴുത്ത് കളർ ചേഞ്ച് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പച്ചയിൽ നിന്ന് ഒരു ബ്രൗൺ കളറിലേക്ക് മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ളിലൊരു വേറൊരു പുളിപ്പ് പോലെ ടേസ്റ്റ് വ്യത്യാസം വരുന്നുണ്ട്. നാട്ടിൽ ചെല്ലുമ്പോഴുള്ള സന്തോഷങ്ങൾ ഇതൊക്കെയാണ്. നമ്മൾ വെച്ച മരങ്ങളിന്മേൽ നിറയെ കായ ഉണ്ടായി അത് കഴിക്കുക, അല്ലെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫോട്ടോസും അത് പറിക്കാനൊക്കെ പറ്റാമെന്ന് പറഞ്ഞാൽ വലിയൊരു ഭാഗ്യം തന്നെയാണ്. ഇതൊക്കെ ഇതുപോലെ അവിടെ നിന്ന് കിട്ടിയ അതാണ്. ചക്ക ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. പിന്നെ മട്ടോവ ആദ്യമായിട്ട് ഈ വർഷമാണ് ഉണ്ടായത്, അതും ടേസ്റ്റിയാണ്. പിന്നെ ഒത്തിരി റംബൂട്ടാൻ കിട്ടിയായിരുന്നു. ഈ റംബൂട്ടാൻ, മാങ്കോസ്റ്റിൻ അല്ലെങ്കിൽ മട്ടോവ അങ്ങനെയുള്ള ഫ്രൂട്ടുകളൊന്നും മഴ പെയ്താലും അങ്ങനെ ടേസ്റ്റിൽ വലിയ വ്യത്യാസമൊന്നും കാണുന്നില്ല. വെള്ളച്ചുക അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. പക്ഷേ ഈ ചക്ക നമുക്ക് മഴ പെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടേസ്റ്റ് ഡിഫറൻസ് ഒക്കെ തോന്നാറുണ്ട്. ചക്ക ഒത്തിരി വെറൈറ്റി ഓഫ് ചക്ക ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ മിക്കതും ഇങ്ങനെ പൊട്ടി അല്ലെങ്കിൽ താഴ്ത്ത് വീണ് കേടായി കിടക്കുകയായിരുന്നു.